ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്രാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു വഴുതനങ്ങ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചേ. നമ്മളെപ്പോഴും സാധാ മോരുകറിയിലേ വെക്കുന്നത്, ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുവേണ്ടി വഴുതനങ്ങ നല്ല വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ച് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിരുന്നേ. എന്നിട്ടെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒരിത്തിരി വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയിൽ തിരിച്ച് മറിച്ചു വിട്ട് എളുപ്പമൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട, ആ സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്കെന്ത് പറയുന്നേ തിരിച്ച് മറിച്ച് വിട്ട് എടുത്ത് വയ്ക്കാമേ. ഇതാ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, ഞാൻ ചുമ്മാ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു ബൗളിലേക്ക് തൈര്, ഞാൻ പാക്കറ്റ് തൈര് എടുക്കുന്നത്, നല്ല പുളിയുള്ള തൈരാണേ. ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ വഴുതനങ്ങ റെഡിയാകുമ്പോഴേക്കും നമുക്ക് തൈരിനെ നന്നായിട്ട് ഉടച്ച്, തൈരിൽ കട്ടയൊന്നുമില്ല അധികം, എങ്കിലും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ടേ. ഇനി ഈ വഴുതനങ്ങ നമുക്ക് ഈ മോരലല്ലോ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ വഴുതനങ്ങ ഒരിത്തിരി മൂത്തിട്ടുണ്ട്, ഇത്രയും മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈരിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, സവാള ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് തന്നെ, വഴുതനങ്ങ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയൊക്കെ ഇട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. എൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങോട്ട് വീഴുന്നില്ല ഫ്രണ്ട്സ്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറിയൊരു ചുമന്ന് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാട്ടോ, ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി എൻ്റെ കയ്യിലില്ലായിരുന്നു, തീർന്നു പോയി. അപ്പം ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവാള കുനുകുനി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുനുകുനി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇത്തിരി കറിവേപ്പിലയും ഞാൻ മല്ലിയില ഇടാറുണ്ട് കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണ് ഇതിലേക്കെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് മോരുകറിക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ കായപ്പൊടിയാണ്. ഞാനിത് രണ്ടും ആദ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിത്തിരി കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് കൂടെ ചേർക്കേണ്ടതായിരുന്നു, എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലായിരുന്നു. സോറി, എല്ലാവരും വറ്റൽമുളക് ചേർക്കാൻ മറക്കരുത് കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഈ നമ്മുടെ വഴുതനങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈരിൻ്റെ കട്ടിക്കനുസരിച്ച് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തോണം, ഞാൻ വെള്ളം ചേർത്തിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വെച്ച് ഒരു 1 മണിക്കൂർ കഴിഞ്ഞൊക്കെ നമ്മൾ ഫുഡ് എടുക്കുക. അപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, വഴുതനങ്ങ എല്ലാം പിടിച്ച് കഴിയും.